प्यारी हिंदी सबसे निराली, मस्ती भरी है बातें ये प्यारी. പ്രിയ കുട്ടികളെ, മേരി പ്യാരി ഹിന്ദി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചട്പട്ട് ഔർ നട്ഖട്ട് എന്ന കഥയിലെ ചോദ്യോത്തരങ്ങളുമായിട്ടാണ്. നമുക്കറിയാം, ഈ പാഠത്തിൽ തന്നെ 3 ചോദ്യങ്ങളുണ്ട്. और बड़ों को तो छोटे का ध्यान रखना ही पड़ता है, माम के इस कथन से आप क्या समझते हैं? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. മുതിർന്നവര് ഇളയവരെ ശ്രദ്ധിക്കണം, അമ്മ ഇങ്ങനെ പറയുന്നതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, നട്ഖട്ട് കുച്ച് ജ്യാദാ ഹേ നട്ഖട്ട് ഹേ ഐസാ ക്യോं കഹാ ഗയാ ഹേ? നട്ഖട്ട് കുറച്ച് കൂടുതൽ കുസൃതിയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? മൂന്നാമത്തെ ചോദ്യം, കപ്പടെ സുഖാനെ കെ ലിയെ ദോനോ ഭായിയോ ने एक उपाय किया और क्या क्या उपाय हो सकते हैं? വസ്ത്രം ഉണങ്ങുന്നതിന് 2 സഹോദരങ്ങളും കൂടി ചേർന്നൊരു ഉപായം ചെയ്തു. മറ്റെന്തൊക്കെ ഉപായങ്ങളാണ് ഉള്ളത്? ഈ 3 ചോദ്യങ്ങളാണ് പാഠത്തിൽ ഉള്ളത്. ഇത് കൂടാതെ അഭ്യാസ ഭാഗത്ത് മറ്റു നിരവധി ചോദ്യങ്ങളുണ്ട്. നമുക്ക് അവയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു. പോകുന്ന വഴിക്ക് നട്ഖട്ട് കാണുന്ന കാര്യങ്ങളുടെയൊക്കെ ചിത്രം കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആദ്യം തന്നെ ആ ചിത്രങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ചോദ്യോത്തരത്തിലേക്ക്. ആദ്യത്തെ ചിത്രം കുളത്തിന്റെ ചിത്രമാണ്. കുളത്തിന്റെ ഹിന്ദി പറയുന്ന വാക്ക് എന്തായിരുന്നു? താലാബ്. അവൻ പോകുന്ന വഴിക്ക് കാണുന്ന എന്തൊക്കെയാണെന്ന് നമ്മൾ ആ പാഠത്തിൽ കണ്ടായിരുന്നു അല്ലേ? ഓരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് കാണുന്നതെന്ന്. ആദ്യം പോക്കർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? പോക്കർ എന്ന് പറഞ്ഞാൽ താലാബിന്റെ വേറൊരു വാക്കാണ് കുളം. തോട്ടിന്റെ അരികില് കളിക്കുന്ന കുട്ടികളുടെ ചിത്രം. അതുപോലെ തോട്ടങ്ങള്. ഇത് ഏലത്തിന്റെ തോട്ടമാണ് കേട്ടോ. ഏലം കായ്ക്കുന്നത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം. ചിത്രം ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാം. ഇതൊരു പോക്കർ താലാബാണ്. ഇത് കുളം. ഇത് ബർഗദ്, അരയാല്. വള്ളി തൂങ്ങിക്കിടക്കുന്നതുണ്ടോ? ഇതിൽ പിടിച്ചാണ് ഊഞ്ഞാലാടുന്ന കാര്യം പറയുന്നത്. അത് അരയാലിന്റെ തന്നെ വേറൊരു ചിത്രമാണ് കേട്ടോ. അടുത്തത് വയല്. വയലെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടല്ലോ. നമ്മളതിന് പറയുന്ന ഖേത്ത്. ഇത് ബാഗ്, തോട്ടങ്ങള്. ഇത് തേയിലത്തോട്ടത്തിന്റെയാണ്. ഇത് തോട്, നാല. ഇത് നദി. ഇത് കുട്ടികള് തോടിന്റെ സമീപത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം. തോട്ടങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഏലത്തോട്ടത്തിന്റെ ഒരു ചിത്രം കൂടെ എടുത്തിട്ടേ ഉള്ളൂ. ഏലം കണ്ടിട്ടില്ലാത്ത കുട്ടികളൊക്കെ കാണുമല്ലോ. കണ്ടോ? ഏലക്ക കായ്ച്ചു കിടക്കുന്ന ചുവട്ടില്. ഈ കുട്ടികളെ ചിത്രം ഇഷ്ടമായി എന്ന് കരുതുന്നു. നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വരാം. ചട്പട്ട് ഓർ നട്ഖട്ട് ക്വസ്റ്റ്യൻ ആൻസർ ആൻഡ് എക്സർസൈസ്. ചോദ്യങ്ങൾ നമ്മൾ പുസ്തകത്തിൽ കണ്ട ചോദ്യങ്ങളാണ് ആദ്യം തരുന്നത്. ഇവിടെയൊക്കെ ചോട്ടൊക്കെ ധ്യാൻ രഖ്നാ ചാഹിയെ ഇസ്കാ അർത്ഥ ക്യാ ഹെ? പുസ്തകത്തിൽ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? और बड़े को तो छोटे का ध्यान रखना ही पड़ता है, माम के इस कदम से आप क्या समझते हैं? ഞാനത് ചെറുതാക്കി കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. इसका मतलब है कि अगर आप बड़े हैं तो आपके ऊपर छोटे भाई या बहन की देखभाल करने की जिम्मेदारी होती है. ഇതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ മുതിർന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇളയ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ജയ്സവിനെ സുരക്ഷിത രേഖന അവർ സഹി രാസ്ത ദിഖാന. 2 കാര്യങ്ങളാണ്. അവരെ നിങ്ങൾ സുരക്ഷിതരായിട്ട് സൂക്ഷിക്കണം, ഒപ്പം തന്നെ നല്ല വഴികള് കാണിച്ചു കൊടുക്കണം. ഈ 2 കാര്യങ്ങളും മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് അതിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചട്പട്ടിനെ നട്ഖട്ട് കോ സ്യാദാ നട്ഖട്ട് ക്യോं കഹാ? ഒരിടത്ത് പറയുന്നുണ്ടല്ലേ, അമ്മയോട് ഇന്ന് പരാതി പറയുന്നുണ്ട്. നട്ഖട്ട് കൊച്ച് സ്യാദാ ഹി നട്ഖട്ട് ഹേ ഐസാ ക്യോं കഹാ ഗയാ ഹേ? എന്തുകൊണ്ടാണ് കുറച്ച് കൂടുതൽ കുസൃതിയാണ് എന്ന് പറയാൻ കാരണം? ക്യോങ്കി നട്ഖട്ട് ഹമേശാ മസ്തി കർത്താ ഥാ. അതിന്റെ പ്രധാന കാരണം എന്താണ്? നട്ഖട്ട് എപ്പോഴും ഉല്ലസിച്ചുകൊണ്ട് നടക്കും. മസ്തികർണ എന്ന് പറഞ്ഞാൽ ആർത്തുല്ലസിക്കുക എന്നാണ്. കഫി പാനിമേൻ പത്ര ഫേങ്ങുത്ത. ചിലപ്പോൾ അവൻ വെള്ളത്തിൽ കല്ലെറിയും.
കഭി ആം തോടുത്ത ചിലപ്പോൾ മാങ്ങ പൊട്ടിച്ചെടുക്കും. അവർ ഹർ ജഹ് ഖേൽനെ ലഗ്താ ഥാ, എല്ലാ സ്ഥലത്തും അവൻ കളിക്കാൻ തുടങ്ങും. ഉസ്കിയെ ഹർക്കത്തെയും ചട്പട്ട് കോ പരേശാൻ കർത്തി തീ, അവന്റെ ഈ നടപടികളെല്ലാം ചട്പട്ടിനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു. അതുകൊണ്ടാണ് അമ്മയോട് പോയി അങ്ങനെ പരാതി പറഞ്ഞത് അല്ലെ. ഇനി മൂന്നാമത്തെ ചോദ്യം, കപ്പടെ സുഖാനെ കെ ലിയെ ദോനോ ഭായിയോം നെ ഏക് ഉപായ കിയ, അവർ ക്യാ ക്യാ ഉപായ ഹോ സക്തേ ഹെ. വസ്ത്രം ഉണങ്ങാനായിട്ട് രണ്ട് സഹോദരങ്ങളും ഒരു ഉപായം ചെയ്തു. അവർ ചെയ്ത ഉപായം എന്താണെന്ന് നമുക്കറിയാം അല്ലേ. വേ വേ ഉപായ ക്യാ ക്യാ ഹോ സക്തേ ഹെ, മറ്റു ഉപായങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കപ്പട ജൽദി സുഖാനിക്കിലെ ദോനോ ഭായിയോം നെ ദൗഡ്തേ ഹുയെ ഖേത്ത് തക് ഗയേ, നമ്മൾ കണ്ടു അവരുടെ വസ്ത്രം പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി രണ്ട് സഹോദരങ്ങളും വയലെങ്കൽ വരെ ഓടുകയാണ് ചെയ്തത് അല്ലെ. ദൗഡ്തേ ഹുയെ ഖേത്ത് തക് പഹുഞ്ചെ എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ട് വയൽ വരെ എത്തി. ഓടുന്ന വഴിക്ക് കാറ്റും വെയിലുമേറ്റ് ആ വസ്ത്രം ഉണങ്ങും അല്ലെ. തേജ് ദൗഡ്ക്കി വജഹ സെ കപ്പടെ ധവാ और धूप में मुड़ते हुए जल्दी सूख गए, പെട്ടെന്ന് ഓടിയത് കാരണം കൊണ്ട് വസ്ത്രം കാറ്റും വെയിലും കൊണ്ട് അത് പറക്കും. കാറ്റും വെയിലും, പ്രത്യേകിച്ച് കാറ്റടിക്കുമ്പോൾ വസ്ത്രം ഉയർന്ന് പറക്കും അല്ലേ. അങ്ങനെ കാറ്റും വെയിലും കൊണ്ട് ജൽദി സൂക്കുകയും പെട്ടെന്ന് ഉണങ്ങി. അന്യ ഉപായം ജോ വേ കർ സക്തേ തെ, മറ്റു ഉപായങ്ങൾ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നാണ് നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് അല്ലേ. നിങ്ങളാണ് എന്തൊക്കെ ഉപായം ചെയ്യും നമുക്ക് നോക്കാം. കപ്പടം കോ ധൂപ് മേം ഫൈലാക്കർ സുഖാന, വേണമെങ്കിൽ വെയിലത്ത് വിരിച്ചിട്ടുണങ്ങാം അല്ലേ. നമ്മളൊക്കെ സ്ഥിരം ചെയ്യുന്ന അങ്ങനെയല്ലേ, വെയിലത്ത് വിരിച്ചിട്ടുണങ്ങല്ലേ. ഇനി കപ്പടം കോ നിച്ചോട്കർ ഹവാമേ ലട്കാന, വേണമെങ്കിൽ വസ്ത്രം പിഴിഞ്ഞിട്ട് അതിലെ വെള്ളമൊക്കെ പിഴിഞ്ഞു കളഞ്ഞിട്ട് തൂക്കിയിട്ടുണങ്ങാം. ഹാങ്കറിലൊക്കെ നമ്മൾ തൂക്കിയിട്ട് കാറ്റ് കൊള്ളിച്ച് ഉണക്കും അല്ലേ. അതിനാണ് നിച്ചോട്കർ ഹവാമേൽ ലട്കാന എന്ന് പറയുന്നത്. നിച്ചോടന എന്ന് പറഞ്ഞാൽ പിഴിയുക എന്നാണ്. പിഴിഞ്ഞിട്ട് കാറ്റില് തൂക്കിയിടുക, കാറ്റത്ത് തൂക്കിയിടുക. അടുത്തത് ആദ്യത്തെ പാസിയ ഗർമ്മ ജഗഹ് പർ രഖ്ന, തീയുടെ അടുത്ത് കൊണ്ടുപോയി വേണമെങ്കിൽ മുകളിൽ പിടിക്കുകയാണെങ്കിൽ നനഞ്ഞ വസ്ത്രങ്ങൾ ഉണങ്ങും. അല്ലെങ്കിൽ ചൂടുള്ള എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുകയാണെങ്കിലും വിരിച്ചിടുകയാണെങ്കിലും ഉണങ്ങും അല്ലെ. ഇത്രയും കാര്യങ്ങളോട് നമുക്ക് വസ്ത്രം ഉണങ്ങാനായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വാഷിംഗ് മെഷീൻ്റെ അകത്തിട്ട് നമുക്ക് ഉണങ്ങാം അല്ലേ. പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ട് വാഷിംഗ് മെഷീൻ്റെ അകത്ത് ഉണങ്ങുന്നതിനായിട്ട്. പ്രത്യേക ഒരു സെക്ഷൻ തന്നെയുണ്ട്. അപ്പൊ അലക്കിയ തുണികൾ അതിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് ഉണങ്ങിയെടുക്കാനായിട്ട് പറ്റും. അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. ഈ ഉപായങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് അതും എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. കഹാനിക്ക് പാത്രോങ്കി വിശേഷതായും പഹജാനെ സഹി മില്ലാൻകരെ, കഥയിലെ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകളൊന്ന് തിരിച്ചറിയുക, എന്നിട്ട് അവയെ കൂട്ടിച്ചേർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യത്തിൽ നിങ്ങൾ പുസ്തകത്തിൽ ആ ചോദ്യം വായിക്കുമ്പോൾ അറിയാം അല്ലെ. നട്ഖഡ് ഛട്പട്ട് അങ്ങനെ രണ്ട് കോളങ്ങൾ, നട്ഖഡ് ഛട്പട്ട് അങ്ങനെ രണ്ട് കോളങ്ങൾ കൊടുത്തിട്ട് നടുക്ക് പോ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് വലത്ത് സൈഡില് കുറെ അധികം കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഞാനതൊന്ന് വായിക്കാം. ക്വസ്റ്റ്യനിലേത് കാഗസ് കി നാവോ ബനാന അത്താഹേ, ഇത് ആർക്കറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം നട്ഖഡിനാണ് അല്ലെ. അതുപോലെ നദീമേൻ തൈർന്ന ആത്താഹേ, നദിയിൽ നീന്താൻ അറിയാവുന്ന കാര്യം ആര് ചെയ്യുന്നതാണ്? തീർച്ചയായിട്ടും ഛട്പട്ട് ചെയ്യുന്ന കാര്യമാണ്. ബാഗസെ ആം തൊടുത്താഹേ, ആരാണ് മാങ്ങ പറിച്ചെടുക്കുന്നയാള്? ഉറപ്പായിട്ടും നട്ഖഡ്. അതുപോലെ മാസെ ശിക്കായത്ത് കർത്താഹേ, അമ്മയോട് പരാതി പറയുന്നയാളും മൂത്തയാളാണ് അല്ലെ, ഛട്പട്ട് ആണ്. ബർഗദ്ക്ക് ജഡയും പോയിട്കർ ചൂല ചൂൽത്താഹേ, അരയാലിന്റെ വേരിൽ പിടിച്ച് ഊഞ്ഞാലടന്ന ആളാരാണ്? നട്ഖഡ് ആണല്ലേ. ചോട്ടേക്ക ഹാത്ത് പോയിട്കർ ദൗഡ്ത്താഹേ, ഇളയാളിന്റെ കൈ പിടിച്ച് ഓടുന്ന ആളാരാണ്? ഛട്പട്ട്. അപ്പോൾ രണ്ടുപേരുടെയും തരംതിരിച്ചാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. പുസ്തകത്തിൽ വലത്ത് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നിച്ചെഴുതി ഇവിടെ ഇട്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കഹാനി സെ ശബ്ദ ജോടെ ചൂനെ അപ്നെ വാക്യമേം പ്രയോഗരെ, കഥയിൽ നിന്ന് ജോഡിയായിട്ടുള്ള വാക്കുകൾ തിരഞ്ഞെടുത്തെഴുതുക, അതിനെ വാക്യത്തിൽ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ശബ്ദജോടെ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതാണോ. ഭായി ഓർമ്മയും സാത് സാത് പഠിത്തേ അവർ സാത് സാത് ഹി കേൾത്തേ, സഹോദരനും ഞാനും ഒന്നിച്ച് കളിക്കുന്നു, ഒന്നിച്ച് പഠിക്കുന്നു, ഒന്നിച്ച് കളിക്കുന്നു. സാത് സാത് എന്നുള്ള വാക്കാണ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് അല്ലെ. അതുപോലെ മറ്റു വാക്കുകൾ ഏതൊക്കെയാണ് ഈ പുസ്തകത്തിൽ ഉള്ളതെന്നാണ് ഞാൻ നിങ്ങൾക്കായി 3 വാക്കുകളാണ് കണ്ടുപിടിച്ച് എഴുതിയിരിക്കുന്നത്. അത് വാക്യത്തിൽ ഉപയോഗിച്ചും തന്നിട്ടുണ്ട്. തൊഹരെ ശബ്ദവംസെ വാക്യബനായ, ആവർത്തിക്കുന്ന വാക്കുകൾ കൊണ്ട് വാക്യം ഉണ്ടാക്കുക എന്നാണ്. നിങ്ങളുടെ ചോദ്യം ഞാനൊന്ന് ചെറുതാക്കി എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ശബ്ദയുഗ്മ എന്ന് പറയുന്ന അതുപോലെ തന്നെയാണ് ദൊഹരെ ശബ്ദം എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുന്ന വാക്കുകൾ എന്നാണ്. തേജ് തേജ്, ധീരെ ധീരെ, ബാർ ബാർ, ഇത് 3ഉമാണ് ആവർത്തിക്കുന്ന വാക്കുകൾ. തേജ് തേജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ തേജ് തേജ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ സാവകാശം, ബാർ ബാർ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും. വഹ് തേജ് തേജ് ദൗഡനെ ലഗ, അവൻ വളരെ പെട്ടെന്ന് ഓടാൻ തുടങ്ങി.
നട്കട്ട് ധീരെ ധീരെ ചലത്താ ഹെ. നട്കട്ട് സാവകാശം നടക്കുന്നു. മാം ബാർ ബാർ സമച്ചാത്തി ഹെ. അമ്മ വീണ്ടും വീണ്ടും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കുന്നു. ഇങ്ങനെ ബാർ ബാർ, ധീരെ ധീരെ, തേസ് തേസ്, ഈ 3 വാക്കുകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. മറ്റ് വാക്കുകളും പുസ്തകത്തിൽ ഉണ്ട്. നിങ്ങളത് കണ്ടുപിടിച്ച് ഇതുപോലെ വാക്യത്തിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചട്പട്ട് കോ തൈർന ആത്താ ഹെ, നട്കട്ട് കോ നാവ് ബനാന ആത്താ ഹെ. ലിഖേ ആപ്കോ ക്യാ ക്യാ ആത്താ ഹെ. ചട്പട്ടിന് നീന്താൻ അറിയാം, നട്കട്ടിന് വള്ളം ഉണ്ടാക്കാൻ അറിയാം. നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പുസ്തകത്തിൽ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. മുझे സൈക്കിൾ ചലാന ആത്താ ഹെ. ആദ്യം എഴുതിയിരിക്കുന്നതാണ് മുझे സൈക്കിൾ ചലാന ആത്താ ഹെ. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം. മറ്റു 2-3 കാര്യങ്ങളോട് ഞാൻ ചേർത്തിരിക്കുന്നു. മുझे ചിത്ര ബനാന ആത്താ ഹെ. എനിക്ക് ചിത്രം ഉണ്ടാക്കാൻ അറിയാം. മുझे ഗാന ഗാന ആത്താ ഹെ. എനിക്ക് പാട്ട് പാടാൻ അറിയാം. മുझे കമ്പ്യൂട്ടർ ചലാന ആത്താ ഹെ. എനിക്ക് കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ അറിയാം. ഇങ്ങനെ 3 കാര്യങ്ങളോടെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖെ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ശരിയായ പ്രസ്താവനകൾ തെരഞ്ഞെടുത്ത് എഴുതുക. സഹി വാക്യം കോ ചിഹ്നിത് കിയാ ഗയാ ഹെ. ശരിയായ വാക്യങ്ങളിൽ ചിഹ്നം ഇട്ടിട്ടുണ്ട്. ചിഹ്നം എന്ന് പറഞ്ഞാൽ ടിക്കാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഓരോ വാക്യം നമുക്കൊന്ന് നോക്കി അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ശരി, എന്തുകൊണ്ടാണ് തെറ്റായിരിക്കുന്നത് നമ്മളെ നോക്കാം. ഒന്നാമത്തേത്, ദോനോ ഭായി അപ്നെ ഗാവ്ക്കെ സ്കൂളിനെ പഠിത്തേ ഹെ. 2 സഹോദരന്മാരും അവരുടെ ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. ആണോ? അല്ല, അവരുടെ ഗ്രാമത്തിൽ സ്കൂളില്ല. അതുകൊണ്ടാണ് അവർ തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്നത് കൊണ്ടാണ് നടന്നു പോകേണ്ടി വരുന്നതും വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നതും. അപ്പൊ ആദ്യത്തെ വാക്യം തെറ്റാണ്. ഇനി രണ്ടാമത്തേത്, നട്കട്ട് കോ ഗിട്ടി പൈരാന ആത്താ ഹെ. നട്കട്ടിന് കല്ല് എറിയാനായിട്ട് അറിയാം. ശരിയല്ലേ? അവന് നന്നായിട്ട് അറിയാം കല്ലെറിയാനായിട്ട്, അല്ലേ? അടുത്തത്, നട്കട്ട് ഹമേശ രോത്തേ ഹുയെ സ്കൂൾ ആത്താ ഹെ. നട്കട്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. ആണോ? അല്ല, അവന് കാഴ്ചയൊക്കെ കാണാനുള്ളതുകൊണ്ട് സ്കൂളിൽ പോകാൻ ഭയങ്കര സന്തോഷമാണ്, അല്ലേ? അടുത്തത്, ബഡാ ഭായി 5വീം കക്ഷാമേം പഠിത്താ ഹെ. മൂത്ത സഹോദരൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ശരിയല്ലേ? ചട്പട്ട് 5ലും നട്കട്ട് 3ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. അടുത്തത്, ചട്പട്ട് കോ സ്കൂൾ കെ രാസ്തേ മേ കൈ ബാർ ചോട്ടേ കാ ഇന്തസാർ കർനാ പഠിത്താ ഹെ. ചട്പട്ടിന് സ്കൂളിലെ വഴിയിൽ കുറെ തവണ ഇളയാളിനെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ശരിയല്ലേ? അവൻ പലപ്പോഴും ഇളയാളിനെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അനുഭവ് ബാണ്ഡെ. അനുഭവങ്ങൾ ഷെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചട്പട്ട് और नटखट एक दूसरे को नाव बनाना और तैरना सिखाता है. ചട്പട്ടും നട്കളും പരസ്പരം വള്ളമുണ്ടാക്കാനും നീന്താനും പഠിപ്പിക്കുന്നു. ഇസി പ്രകാരക്ക ആർക്കാ കോയി അനുഭവം ബാണ്ടെ. ഇങ്ങനെയുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു അനുഭവം ഇവിടെ ഷെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവം സ്വയമേ എഴുതാവുന്നതാണ്. അതിനൊരു മോഡലാണ് ഇവിടെ തന്നിരിക്കുന്നത്. എക്ബർ മേരെ ദോസ്തുക്കോ സൈക്കിൾ ചലാനാനായി ആത്താത്ത. ചെറുപ്പത്തില് എന്റെ ഒരു സുഹൃത്തിന് സൈക്കിൾ ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു. മേനെ ഉസെ കൈ ദിൻ തക് സിഖായ. ഞാൻ അവനെ കുറേ ദിവസം പഠിപ്പിച്ചു. പഹലെ വഹ് ഗിർത്താഥ. ആദ്യമൊക്കെ അവൻ വീഴുമായിരുന്നു. ലേക്കിൻ ധീരെ ധീരെ ഉസ്നെ സന്തുലൻ ബനാന സീഖ് ലിയ. പക്ഷെ സാവകാശം അവൻ ബാലൻസ് പിടിക്കാനായിട്ട് പഠിച്ചു. അബു ഓ ബഹുത് അച്ഛേ സെ സൈക്കിൾ ചലാത്താ ഹെ. ഇപ്പൊ അവൻ വളരെ നന്നായിട്ട് സൈക്കിൾ ഓടിക്കും. മുझे बहुत खुशी हुई कि मैं उसकी मदद कर सका. അവനെ സഹായിക്കാൻ സാധിച്ചു എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ട്. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ അല്ലെങ്കിൽ ഇളയ സഹോദരനെയോ സഹോദരിയോ ഒക്കെ സഹായിച്ച എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം, പോസ്റ്റർ തയ്യാർ കരെ. ചട്പട്ടിനെ നദിമേം ഖുദ്കർ നട്കട്ട് की जान बचाई. ചട്പട്ട് നദിയിൽ ചാടി നട്കട്ടിന്റെ ജീവൻ രക്ഷിച്ചു. ഇസ് पर स्कूल में बधाई समारोह हो रहा है. ഇതിനെക്കുറിച്ച് സ്കൂളിൽ ഒരു അഭിനന്ദന മീറ്റിംഗ് നടക്കുകയാണ്. इसके लिए एक പോസ്റ്റർ തയ്യാറാക്കൽ. അതിനൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. നോക്കൂ, അതിലൊരു ഹെഡിങ് ഉണ്ട്, കാര്യം എന്താണെന്ന് എഴുതിയിട്ടുണ്ട്, അവരുടെ 2 പേരുടെയും ചിത്രം കൊടുത്തിരിക്കുന്നുണ്ട്, സമയം പറഞ്ഞിട്ടുണ്ട്, തീയതി പറഞ്ഞിട്ടുണ്ട്, സ്ഥലം പറഞ്ഞിട്ടുണ്ട്, സമയം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു സന്ദേശവാക്യവും കൊടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കാം. ബധായി സമാരോഹ്, അഭിനന്ദന മീറ്റിംഗ് എന്നാണ്, അഭിനന്ദന സമാരോഹം എന്നാണ് ഹെഡിങ്. അത് വളരെ ആകർഷകമായിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ഹമാരെ ഛാത്ര ചട്പട്ട് കോ സലാം. നമ്മുടെ വിദ്യാർത്ഥി ചട്പട്ടിന് വന്ദനം, സലാം. ഉസ്നെ അപ്നി ബഹാദുരി സെ നട്കട്ട് की जान बचाई. അവന്റെ ധൈര്യം കൊണ്ട് നട്കട്ടിന്റെ ജീവൻ രക്ഷിച്ചു. ഇനി ഈ മീറ്റിംഗ്, ചട്പട്ടിനെ അഭിനന്ദിക്കാനായിട്ട് ചേരുന്ന മീറ്റിംഗ് എപ്പോഴാണ്? ദിനാങ്ക് 24 ജൂലൈ. തീയതി എന്ന് പറയുന്നത് ജൂലൈ 24 സ്ഥാൻ വിദ്യാലയ സഭാഗൃഹ. സ്ഥലം വിദ്യാലയത്തിന്റെ ഓഡിറ്റോറിയം.
സമയം 1:30 1 മണി 1:30 മണിയാണ്. 1 മണി 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1:30 മണിക്കാണ് സമയം. ആയേ ഇസ് വീരതാക്കോ മിൽക്കർ സരാഹെ, വരൂ നമുക്ക് ഈ ധൈര്യത്തെ ഒന്നിച്ച് പ്രശംസിക്കാം. ഔർ സമ്മാനിത് കരെ, എന്നിട്ട് സമ്മാനങ്ങൾ കൊടുക്കാം. ഇതാണ് ഒരു പോസ്റ്റർ. ഇതുപോലെ വേണം പോസ്റ്റർ തയ്യാറാക്കാനായിട്ട്. ആകർഷകമായിരിക്കണം, ഹെഡിങ് വേണം, കാര്യം എന്താണെന്ന് പറയണം, ചിത്രം ഉൾപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ഉൾപ്പെടുത്തണം, എവിടെ എപ്പോൾ എന്നുള്ള കൃത്യമായിട്ട് സമയം, ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് പോസ്റ്ററിൽ ഉൾപ്പെടുത്തണം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. मान ले आपको तैरना नहीं आता, नटखट की जान बचाने के लिए आप क्या करते? നട്ഖട്ട് നദിയിൽ വീണ്, അപ്പൊ നിങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നെന്ന് കരുതുക. നിങ്ങൾക്ക് നീന്താനും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നട്ഖട്ടിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ് ചോദ്യം. आपको तैरना नहीं आता, नटखट की जान बचाने के लिए आप क्या करेंगे? എന്തൊക്കെയാണ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നത് നോക്കൂ. തുരന്ത് മദത് കെ ലിയെ പുകാരൂങ്കി. ആദ്യം നമ്മൾ ചെയ്യുന്നത് സഹായത്തിന് വേണ്ടിയിട്ട് ഉറക്കെ വിളിച്ച് അലറും, അല്ലെ? വിളിക്കുക, പുകാർന എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നാണ്. മറ്റുള്ളവരെ സഹായത്തിന് വേണ്ടി ഉറക്കെ വിളിക്കും. പുകാരൂങ്ക അല്ലെങ്കിൽ പുകാരൂങ്കി എന്ന് കൊടുത്തിരിക്കുന്നത് ആൺകുട്ടികൾ പറയുമ്പോൾ പുകാരൂങ്ക വിളിക്കും എന്നുള്ളത്, പുല്ലിംഗത്തിൽ പറയുമ്പോൾ പുകാരൂങ്ക എന്നും പുകാരൂങ്കി എന്ന് പറയുന്നത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് കേട്ടോ. രണ്ടിനും ഒരേ അർത്ഥമാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പറഞ്ഞാൽ മതി. സോർസെ ചില്ലാക്കർ ആസ്പാസ് കെ ലോകോങ്കോ ബുലാവുങ്കി. ഉറക്കെ വിളിച്ചുകൊണ്ട് സമീപമുള്ള ആൾക്കാരെ വിളിച്ചു ചേർക്കും. ബുലാവുങ്കി രണ്ടിനും ഒരേ അർത്ഥമാണ്, വിളിച്ചു ചേർക്കും എന്നാണ്. आपातकालीन सेवाओं जैसे भारत में 112 या अपने स्थानीय आपातकालीन नंबर पर कॉल करूंगा. ഇതെന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പിന് ഒരു നമ്പർ ഉണ്ടല്ലേ, പെട്ടെന്ന് വിളിക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ വിളിക്കാനുള്ള നമ്പറുകളാണ് അത്. കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കണം, കാണാതെ അറിഞ്ഞിരിക്കണം. ആ നമ്പറുകളിൽ ഉടൻ തന്നെ വിളിക്കും. അപ്പൊ ഫോൺ എവിടെ നിന്നൊരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ മൊബൈൽ ഫോൺ നമ്മുടെ സമീപത്തോ അല്ലെ കയ്യിലോ അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് ഓടി വരുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നമുക്കത് വിളിച്ചറിയിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ ഇമ്മീഡിയറ്റ് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ വിളിക്കണം. എമർജൻസി നമ്പറുകൾ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അപ്പോൾ ആ നമ്പറുകളിൽ വിളിക്കും. എങ്ങനെയൊക്കെ കൊച്ചു തോണ്ടുങ്കി എന്തെങ്കിലും സാധനം അവിടെ ഈ വെള്ളത്തിലുള്ള ആളിനെ എറിഞ്ഞു കൊടുക്കാനായിട്ടുണ്ടോ എന്ന് നോക്കും. ഉദാഹരണത്തിന് അവിടെ വല്ല കയറും കിടപ്പുണ്ടോ, അല്ലെങ്കിൽ തണ്ട, വടികള്, ശാഖ, ഏതെങ്കിലും മരത്തിന്റെ ചില്ലകൾ വല്ലതും കിടപ്പുണ്ടോ, തൗലിയ, തോർത്ത ടൗൽ അങ്ങനെ വല്ലതും ഉണ്ടോ. ഐസി कोई भी चीज ढूंढूंगी जो व्यक्ति तक पहुंच सके बिना मुझे पानी में उतरे. അതായത് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാതെ വെള്ളത്തിൽ കിടക്കുന്ന ആൾ വരെ ആളിനെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും വസ്തു ഉണ്ടോ. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല, നമ്മൾ ഇറങ്ങാതെ വെള്ളത്തിൽ കിടക്കുന്ന ആളിനെ എത്തിച്ചു കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടോ നമ്മൾ പെട്ടെന്ന് അവിടെ നോക്കും. ഒരു വടിയാണെങ്കിൽ മതി അല്ലേ. അപ്പൊ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ ആ വടിയിലാണ് പിടിച്ചുകൊണ്ട് വലിച്ചു കയറ്റാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ അല്ലേ. ഇसे ഉൻകി ഓർ ബെടാവുങ്കി ഉൻകി ഓർ ഫേങ്കുങ്കി. ആ സാധനങ്ങൾ നമ്മളെടുത്ത് അവന്റെ അടുത്തേക്ക് ഒന്നുകിൽ നീട്ടിക്കൊടുക്കും, നമുക്ക് നീളമുണ്ട് അല്ലെങ്കിൽ എത്തുമെങ്കിൽ നീട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ എറിഞ്ഞു കൊടുക്കും. താക്കി വേ ഉസെ പകടുത്തകെ. അങ്ങനെ എറിഞ്ഞു കൊടുത്താൽ അവനെ അത് പിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ കയറാണെങ്കിൽ എറിഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഒരറ്റം എറിഞ്ഞു കൊടുത്താൽ മറ്റേ അറ്റത്ത് പിടിക്കാമല്ലോ. അതുപോലെ ഉദരാനെ വല്ല ഉപകരണ ഉപയോഗ കരുവുക. അപ്പൊ ബോട്ടിലൊക്കെ ആണെങ്കിൽ ലൈഫ് ജാക്കറ്റുകളൊക്കെ കാണും അല്ലെ, അത് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ ഇറക്കിയിട്ട് കൊടുത്താൽ അതിൽ പിടിച്ച് കയറിയിരുന്നു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാൻ പറ്റും. അതാണ് ഉദരാനേവാല ഉപകരണം എന്ന് പറയുന്നത്. ഇറക്കിയിട്ട് കൊടുക്കാവുന്ന ഉപകരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കും എന്നാണ്. ഉപലബ്ധ ഹോത്തോ ലൈഫ് ജാക്കറ്റ്, അതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ലൈഫ് ജാക്കറ്റ്. യഹാൻ തകി एक खाली बंद പ്ലാസ്റ്റിക് ബോത്തൽ ഫി വ്യക്തിക്ക് ഓർ ഫേങ്കുക അല്ലെങ്കിൽ ഫേങ്കുങ്കി. അതായത് ഇപ്പം ലൈഫ് ജാക്കറ്റ് ഇല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിലാണെങ്കിൽ അവിടെ അടച്ചിട്ടുള്ള ഒരു കാലിയായിട്ടുള്ള പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. കാരണം എന്താണ്, പ്ലാസ്റ്റിക് കുപ്പി ഒരിക്കലും വെള്ളത്തിൽ താഴ്ന്നു പോകില്ല അല്ലേ. അപ്പൊ അതേ പിടിച്ചു കിടന്നാലും കുറച്ച് സമയമൊക്കെ വെള്ളത്തിൽ പൊങ്ങി കിടക്കാനായിട്ട് പറ്റും. അടുത്തത് സ്വയം പാനീയമയും പ്രവേശനഹീം കരുങ്കി. ഒരിക്കലും ഞാൻ സ്വയം വെള്ളത്തിലേക്ക് ഇറങ്ങില്ല. यदि आपको तैरना नहीं आता है तो पानी में घुसकर किसी को बचाने की कोशिश करने से एक की बजाय 2 लोगों को डूबने का खतरा हो सकता है. കാരണം എന്താണ്, നിങ്ങൾക്ക് നീന്തൽ അറിയത്തില്ലെങ്കിൽ വെള്ളത്തിലിറങ്ങി ആരെങ്കിലും രക്ഷിക്കാനായിട്ട് ശ്രമിച്ചാൽ ഒന്നിന് പകരം 2 പേരും മുങ്ങിപ്പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും നീന്തൽ അറിയത്തില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല. പിന്നെ എന്താണ്, വ്യക്തി സെ ബാത് സർത്താരഹൂങ്കി. ആ വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? ഒരേ ശാന്തി രഖ്നേക്ക് കോശിഷ് കരുങ്ക. ഭയപ്പെടണ്ട, ശാന്തമായിട്ടിരിക്കാൻ നമ്മള് ശാന്തമായിട്ടിരിക്കാനായിട്ട് അവരോട് പറയും.
അവർ ഉന്നയും ആശ്വാസം ഡൂങ്കി ഈ മദത് ആരഹിയെ, അവർക്ക് ആശ്വാസം കൊടുക്കുന്നു. എന്താണ്? സഹായിക്കാൻ ആൾ ഓടി വരുന്നുണ്ട്, പേടിക്കണ്ട എന്നൊക്കെ ആശ്വാസം കൊടുക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സമുച്ചയ ലിഖേ നമൂനെ ദേഖെ രേഖാങ്കിത അംശ पर ध्यान दे അർത്ഥഭേദ സമുച്ചയ. ഉദാഹരണം നോക്കുക, അടിയിൽ വരയിട്ടിരിക്കുന്ന പദങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അതിന്റെ അർത്ഥവ്യത്യാസം മനസ്സിലാക്കുക. ഛട്പട്ട് ദൗഡ് ലഗാത്താ ഹേ, ഛട്പട്ട് ദൗഡ് ലഗാ രഹാ ഹേ. ഒന്നാമത്തേത് ഛട്പട്ട് ദൗഡ് ലഗാത്താ ഹേ, ഛട്പട്ട് ദൗഡ് ലഗാ രഹാ ഹേ. ലഗാത്താ ഹേ എന്ന് പറയുന്നത് സാമാന്യ വർത്തമാനകാലമാണ്. താഹേ എന്നുള്ളത്. ലഗാ രഹാ ഹേ എന്ന് പറയുന്നത് താൽക്കാലിക വർത്തമാനകാലമാണ്. രണ്ടാമത്തേത് ഛട്പട്ട് ഓർ നട്ഖട്ട് ദൗഡ് ലഗാത്തേ ഹേ, ഛട്പടും നട്ഖടും ഓടാൻ തുടങ്ങുന്നു. ഇവിടെ ഛട്പട്ട് ഓർ നട്ഖട്ട് ദൗഡ് ലഗാ രഹി ഹേ, രണ്ടുപേരും ഛട്പട്ട് ഓർ നട്ഖട്ട് ദൗഡ് ലഗാത്തേ ഹേ എന്ന് പറഞ്ഞാൽ ഛട്പടും നട്ഖടും ഓടുന്നു. ഛട്പട്ട് ഓർ നട്ഖട്ട് ദൗഡ് ലഗാ രഹേ ഹേ എന്ന് പറഞ്ഞാൽ ഛട്പടും നട്ഖടും ഓട്ടം തുടങ്ങാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. മച്ചലി തൈർത്തി ഹേ എന്ന് പറഞ്ഞാൽ മീൻ നീന്തുന്നു. മച്ചലി തൈർ രഹി ഹേ എന്ന് പറഞ്ഞാൽ മീൻ നീന്തിക്കൊണ്ടിരിക്കുന്നു. നദിയാം ബഹത്തി ഹേ, നദികൾ ഒഴുകുന്നു. നദിയാം ബഹുരഹി ഹേ, നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരു കാര്യം ഇപ്പോൾ ചെയ്യുന്നതും കുറെ സമയമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നതുമാണ് ഈ രണ്ട് കാര്യങ്ങളായിട്ട് പറയുന്നത്. ഇപ്പോൾ ചെയ്യുന്ന കാര്യമാണ് സാമാന്യ വർത്തമാനകാലം. അതിന് നമ്മൾ താ ഹേ എന്നാണ് താ ഹേ, തേ ഹൈം, ഈ ഹേ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതേസമയം കുറെ സമയമായിട്ട് തുടർന്നു വരുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാനാണ് താൽക്കാലിക വർത്തമാനകാലം ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ രഹാഹയുടെ വിവിധ രൂപങ്ങളാണ് ഉപയോഗിക്കുന്നത്. രഹാഹെ, രഹേഹൈം, രഹീഹെ, രഹീഹൈം. രഹാഹെ എന്നുള്ളത് പുല്ലിംഗ ഏകവചനം, രഹേഹൈം എന്നുള്ളത് പുല്ലിംഗം ബഹുവചനം, രഹീഹെ എന്നുള്ളത് സ്ത്രീലിംഗ ഏകവചനം, രഹീഹൈം എന്നുള്ളത് സ്ത്രീലിംഗം ബഹുവചനം. അതുപോലെ ഇവിടെ താഹെ എന്നുള്ളത് പുല്ലിംഗ ഏകവചനം, തേഹൈം എന്നുള്ളത് പുല്ലിംഗം ബഹുവചനം, തീഹെ എന്നുള്ളത് സ്ത്രീലിംഗ ഏകവചനം, തീഹൈം എന്നുള്ളത് സ്ത്രീലിംഗം ബഹുവചനം. അപ്പൊ ഈ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിനനുസരിച്ച് അടുത്ത എക്സർസൈസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് നമൂനയ്ക്ക് അനുസാർ വാക്യം ബദൽക്കർ ലിഖേ. ഉദാഹരണത്തിൽ അതുപോലെ വാക്യം മാറ്റി എഴുതാൻ. അതായത് ഒരു സൈഡില് സാമാന്യ വർത്തമാനകാലം തന്നിട്ടുണ്ടെങ്കിൽ മറു സൈഡില് താൽക്കാലിക വർത്തമാനകാലമാണ് വിട്ടുപോയിരിക്കുന്നത്. ഇവിടെ താൽക്കാലിക വർത്തമാനകാലം തന്നിരിക്കുന്നു, നമ്മൾ സാമാന്യ വർത്തമാനകാലം എഴുതണം. ഇവിടെ സാമാന്യ വർത്തമാനകാലം വിട്ടുപോയിരിക്കുന്നു, താൽക്കാലിക വർത്തമാനകാലം തന്നിരിക്കുന്നു. ഇവിടെ സാമാന്യ വർത്തമാനകാലം തന്നിരിക്കുന്നു, താൽക്കാലിക വർത്തമാനകാലം എഴുതണം. നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണ് എഴുതുന്നതെന്ന്. നോക്കൂ, നട്ഖട്ട് രോത്താഹെ എന്നാണ് ആദ്യം തന്നിരിക്കുന്നത് അല്ലെ. അതിന്റെ താൽക്കാലിക വർത്തമാനകാലം എന്ന് പറയുന്നത് അതിന്റെ ക്രിയാധാതു എന്ന് പറയുന്ന രോയാണ്. ആ താഹെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് നമ്മൾ രഹാഹെ ചേർക്കുകയാണ്. നട്ഖട്ട് രോ രഹാഹെ, ഇതാണ് താൽക്കാലിക വർത്തമാനകാലം. അതുപോലെ ഛട്പട്ട് ഓർ നട്ഖട്ട് സ്കൂൾ സെ ആത്തെ ഹൈം. ഇവിടെ തന്നിരിക്കുന്നത് ഛട്പട്ട് ഓർ നട്ഖട്ട് സ്കൂൾ സെ ആ രഹേ ഹൈം എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ ആ മാറ്റിയിട്ട് ആ വരെ നമുക്ക് വേണം. അതിനുശേഷം ഈ രഹേ ഹൈം മാറ്റിയിട്ട് അവിടെ നമ്മൾ തേ ഹൈം എന്ന പുല്ലിംഗം ബഹുവചനം ചേർക്കുന്നു. മൂന്നാമത്തേത് നാവ് ചൽ രഹി ഹേ, വള്ളം ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ രഹീഹെ മാറ്റിയിട്ട് അവിടെ നാവ് എന്നുള്ള സ്ത്രീലിംഗ ഏകവചനം ആയതുകൊണ്ട് തീഹെ എന്ന് ചേർക്കണം അല്ലെ. അപ്പൊ അത് എഴുതുമ്പോൾ നാവ് ചൽ തീഹെ എന്ന് വരുന്നു. ലാസ്റ്റത്തേത് സർദിയാം ശുരു ഹോത്തിഹേ, സർദിയാം ശുരു ഹോത്തിഹൈം. സ്ത്രീലിംഗം ബഹുവചനമാണ് സർദിയാം എന്നുള്ളത്. ശുരു ഹോത്തി ഹൈം, ഇവിടെ ഹോത്തി ഹൈം എന്ന് പറഞ്ഞിരിക്കുന്നത് ബഹുവചനം ആയതുകൊണ്ടാണ്. ഇവിടെ എഴുതുമ്പോൾ സർദിയാം ശുരു ഹോ രഹി ഹൈം. ശുരു ഹോ വരെയാണ് അതിന്റെ ക്രിയാധാതു വരുന്നത്. ഹോയാണ് ക്രിയാധാതു. അപ്പൊ അതിന്റെ ക്രിയാധാതുവിനോടുകൂടി തീ ഹൈം മാറ്റിയിട്ട് നമ്മൾ രഹി ഹൈം എന്ന് ചേർക്കുന്നു. ഗ്രാമർ എടുക്കുമ്പോൾ ഞാനിത് വളരെ വിശദമായിട്ട് പിന്നീട് എടുത്തു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. സാമാന്യ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നു. താൽക്കാലിക വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ കുറേ സമയമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നു. അത് പുല്ലിംഗം, സ്ത്രീലിംഗം, ഏകവചനം, ബഹുവചനം ഇതിനനുസരിച്ച് ഇതിന്റെ വാക്കുകൾ ചേർക്കുന്നത് മാറും, അക്ഷരങ്ങൾ ചേർക്കുന്നത് മാറും. സാമാന്യ വർത്തമാനകാലത്തിലാണെങ്കിൽ താഹെ, തീഹെ, തേഹൈം, തീഹൈം. താൽക്കാലിക വർത്തമാനത്തിലാണെങ്കിൽ രഹാഹെ, രഹേഹൈം, രഹീഹെ, രഹീഹൈം. ഇതാണ് ക്രമം.
ഇനി അടുത്ത ചോദ്യം, ബാത്ചീത് ലിഖേ. ചോദ്യം നോക്കിയേ. मान ले नटखट ने घर पहुंचकर रास्ते की सारी घटनाएं माम को बता दी, दोनों की बीच की बातचीत लिखे. ഇങ്ങനെ സങ്കല്പിക്കുക, നട്ഖട്ട് വീട്ടിലെത്തിയിട്ട് വഴിയിൽ നടന്ന എല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞു വന്നു. ദോനോങ്കി ബീച്ച് കി ബാത്ചീത് ലിഖേ, രണ്ടുപേരും തമ്മിലുള്ള ഒരു സംഭാഷണം തയ്യാറാക്കുക. കാര്യം പറഞ്ഞ രണ്ടുപേരും പേടിച്ചൊക്കെയാ വന്നു അല്ലെ, ഉടുപ്പൊക്കെ ഉണങ്ങിക്കൊണ്ട് വന്നു. അമ്മ കണ്ടു കഴിഞ്ഞാല് എന്താണ് നിങ്ങളുടെ ഉടുപ്പ് നനഞ്ഞിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് വഴക്ക് പറയും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പേടിച്ചൊക്കെയാണ് വന്നത്. പക്ഷേ നമുക്കറിയാം കുട്ടികൾ നിഷ്കളങ്കരാണ് അല്ലേ, അവർക്കൊന്നും ഒളിച്ചു വെക്കാനായിട്ട് അറിയത്തില്ല, പ്രത്യേകിച്ച് ചെറുപ്രായത്തില്. ഇപ്പൊ 3-ാം ക്ലാസ്സുകാരന് മറ്റേ ആളിനെ കഴിഞ്ഞ് അല്പം കൂടെ നിഷ്കളങ്കനാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ വന്ന വഴിക്ക് കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മയോടുള്ള കാര്യം പറയുകയാണ്, നദിയിൽ വീണ കാര്യമൊക്കെ. അപ്പൊ ആ അമ്മ എന്തായിരിക്കും പറഞ്ഞതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം എന്തായിരിക്കും അമ്മ അവരോട് പറഞ്ഞതെന്ന്. ഞാൻ ആ സംഭവത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, നട്ഖട്ട് ഖ നദിയിൽ വീഴുന്ന. നട്ഖട്ട് നദിയിൽ വീഴുന്നു. മാ നട്ഖട്ട് തും ആകെയെ സ്കൂൾ കൈസാ രഹാ. നദിയിൽ വീണ കാര്യമൊന്നും അമ്മ അറിയുന്നില്ലല്ലോ അല്ലെ. അപ്പൊ വൈകുന്നേരം വന്നപ്പോൾ പതിവ് പോലെ അമ്മ ചോദിക്കണം, ആ നട്ഖട്ട് മോനെ നീ വന്നോ, സ്കൂളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നട്ഖട്ട് എന്താ പറയുന്നത്, മാ അത് രാത്തന്നെ ബഹുത് കുച്ച് ഹുവാ. അമ്മ ഇന്ന് വഴിയിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ. ബഹുത് കുച്ച് ഹുവ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. മാ ക്യാ ഹുവാ ബച്ചേ, എന്ത് പറ്റി മോനെ, എന്ത് പറ്റി, എന്ത് സംഭവിച്ചു മോനെ എന്ന് ചോദിക്കണം. തും ടീക്കോ തുമാരെ കപ്പടെ ഗന്ധേ ഹേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ, നിന്റെ വസ്ത്രത്തിലൊക്കെ എന്നാ, യൂണിഫോമിലൊക്കെ എന്താണ് ചെളി പറ്റിയിരിക്കുന്നത്. ഗന്ധ എന്ന് പറഞ്ഞാൽ ഡർട്ട് എന്നാണ്, ചെളി പറ്റിയിരിക്കുന്നത്. അപ്പൊ അവന് പേടിച്ചു അല്ലെ. നട്ഖട്ട് ഡർത്തേ ഹുയേ, അല്പം പേടിയോടെയാണ് പറയുന്നത്. കാരണം എന്താണ്, അമ്മ ചിലപ്പോൾ നല്ല തല്ലും കൂടെ ഇട്ട് കൊടുക്കും അല്ലെ. മാ ഹം നദിക്കേ പാസ് ആരഹേത്തെ, അമ്മ ഞങ്ങൾ ആ നദിയുടെ സമീപത്തോടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മേ ഖേൽ രഹാത്ത, ഞാനാണെങ്കിൽ കളിച്ചുകൊണ്ടാണ് വന്നത്. ഓർമ്മയും നദിയിനെയും ഗിരുകയ, അങ്ങനെ ഞാൻ അറിയാതെ എന്റെ കാല് തന്നെ നദിയിലേക്ക് വീണുപോയി. മാം ക്യാ നദിമേം ഗിർഗേ, ഓഹ് ഫിർ ക്യാ ഹുവാ. അമ്മ പേടിച്ചു അല്ലേ. എന്താ നീ പറഞ്ഞേ, നദി വീണാന്നോ, പിന്നെ എന്നാ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ് നട്ഖട്ട്. മുച്ചേ പതാ നഹി താ ക്യാ ഹുവാ, എനിക്ക് തന്നെ അറിയില്ല എന്താ പിന്നെ സംഭവിച്ചതെന്ന്. മേ പാനി മേധ, ഞാനും വെള്ളത്തിലായിരുന്നു. ലേക്കിൻ ഭായിനെ മുച്ചേ ദേഖ, പക്ഷെ ഭാഗ്യത്തിന് ചേട്ടായി എന്നെ കണ്ടു, സഹോദരൻ എന്നെ കണ്ടു. ഉസ്നെ മേരാ ഹാത്ത് പകട, അവൻ ഓടി വന്ന് എന്റെ കൈക്ക് പിടിച്ചു. മാം രാഹത്ത്, അമ്മയ്ക്കത് കേട്ടപ്പോഴാണ് ആശ്വാസമായത് അല്ലെ. ആശ്വാസത്തോടെ പറയണം, ഓ അഗർ വഹ്ന ഹോത്താത്തോ ക്യാ ഹോത്താ, അവൻ ഇല്ലായിരുന്നെങ്കിൽ എന്തെല്ലാം സംഭവിക്കുമായിരുന്നു. തും ദോനോക ധ്യാൻ സെ ചലനാ ചാഹിയെ, നിങ്ങൾ വഴിയില് ശ്രദ്ധിച്ചു വേണം പോകാൻ. എന്ന് പറഞ്ഞാൽ എന്താ, വീഴാതെ ശ്രദ്ധിക്കേണ്ടത് ഇളയാളിന്റെ ചുമതലയും ഇളയാളുണ്ടോ കൂടെ എന്ന് ശ്രദ്ധിക്കേണ്ടത് മൂത്തയാളിന്റെ ചുമതലയാണ് അല്ലെ. അതാണ് തും ദോനോക ധ്യാൻ സെ ചലനാ ചാഹിയെ എന്ന് പറയാൻ കാരണം. നട്ഖട്ട് ഹാ മാ ഭായ് ബഹുത് ബഹാദൂർ ഹെ മുച്ചേ ബജായ. ശരിയാണ് അമ്മേ, അമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ നമ്മുടെ ചേട്ടൻ നല്ല ധൈര്യമുള്ള ആളാണ്. ആ ചേട്ടായി എന്നെ രക്ഷിച്ചു. ഉസ്നെ മുച്ചേ ബജായ, അവനാണ് എന്നെ രക്ഷിച്ചത്. മാ ബിൽക്കുൽ, പറയാണ്, ശരിയാ നീ പറഞ്ഞു. ഓ തുമാര ബഡാ ഭായി ഹേ, അവൻ നിന്റെ മൂത്ത സഹോദരനാണ്. ഉസേ തുമാരി രക്ഷാ കർണീ ഥി, അവന്റെ ചുമതലയാണ് നിന്നെ രക്ഷിക്കാന്നുള്ള. അവൻ തീർച്ചയായിട്ടും നിന്നെ രക്ഷിച്ചിരിക്കും, കാരണം അവൻ നിന്റെ മൂത്ത സഹോദരനാണ്. അഗലി ബാർ രാസ്തമേ ബഹുത് ധ്യാൻ രഖ്ന, ഇനി നീ പോകുമ്പോൾ വഴിയില് വളരെ ശ്രദ്ധ വേണം എന്ന് പറയണം. ഖാസ്കർ നദിക്ക് പാസ്, പ്രത്യേകിച്ച് നീ നദിയുടെ തീരത്തോടെയൊക്കെ നടക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം നടക്കാൻ എന്ന് പറയുന്നു. നട്ഖട്ട് ടീക്ക് ഹേ മാം, അമ്മേ ശരി, ഞാൻ ഇനി അങ്ങനെ ശ്രദ്ധിച്ചു കൊള്ളാം, അങ്ങനെ പറയണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. കഹാനി മേം ബഡാ കോൻ ഥാ, ആരാണ് ഈ കഥയിലെ മൂത്തയാള്? ചട്പട്ട് ഉമർ മേം ബഡാ ഥാ, നമുക്കറിയാം ചട്പട്ട് ആണ് പ്രായത്തിൽ മുതിർന്നയാള് അല്ലെ. രണ്ടാമത്തെ ചോദ്യം, നട്ഖട്ട് കോൻസി കക്ഷാമയം പഠിത്താ ഥാ, നട്ഖട്ട് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ടീസരിയും 3-ാം ക്ലാസ്സിൽ അല്ലെ. അടുത്തത്, ചട്പട്ട് കോൻസി കക്ഷാമയം ഥാ, ചട്പട്ട് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓ 5വീं में പഠിത്താ ഥാ, അവൻ പഠിക്കുന്നത് 5-ാം ക്ലാസ്സിലാണ്. നാലാമത്തെ ചോദ്യം, ചട്പട്ട് और നട്ഖട്ട് കഹാം രഹത്തെ थे, ചട്പട്ടും നട്ഖട്ടും എവിടെയാണ് താമസിക്കുന്നത്? एक शांत गांव में, ഒരു വളരെ പ്രശാന്ത സുന്ദരമായ ഗ്രാമത്തിൽ. ചട്പട്ട് और നട്ഖട്ട് के स्कूल कहाँ था, ചട്പട്ടിന്റെ നട്ഖട്ടിന്റെ സ്കൂൾ എവിടെയായിരുന്നു?
എവിടെയായിരുന്നു? നാസിക്ക് ദൂസരേ ഗാവമേ, സമീപത്തുള്ള മറ്റൊരു ഗ്രാമത്തിലായിരുന്നു അവർ പഠിച്ചിരുന്നത്. ആറാമത്തെ ചോദ്യം, ഛട്പട്ട് ഓർ നട്കട്ട് സ്കൂൾ കൈസേ ജാത്തേ ഥേ, എങ്ങനെയാണ് അവർ രണ്ടുപേരും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്? എങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത്? പൈദൽ ചൽക്കർ, കാൽനടയായിട്ടാണ്. ഇനി ഏഴാമത്തെ ചോദ്യം, രാസ്തമേ ക്യാ ക്യാ ദിക്താ ഥാ, പോകുന്ന വഴിക്ക് എന്തൊക്കെയാണ് അവർ കാണുന്നത്? ഞാൻ നിങ്ങളെ ചിത്രം കാണിച്ചില്ലേ? പോക്കർ എന്ന് പറഞ്ഞ കുളം, പേട് മരങ്ങൾ, ഖേത്ത് വയല്, ഭാഗ തോട്ടങ്ങൾ, നദികൾ, ഓർ നാല തോട്. ഇനി എട്ടാമത്തെ ചോദ്യം, ഛട്പട്ട് ചൽനെ മേ കൈസാ ഥാ, ഛട്പട്ട് നടക്കുന്നത് എങ്ങനെയായിരുന്നു? ഓ ഹമേശ തേജ് ചൽതാ ഥാ, അവൻ എപ്പോഴും വളരെ സ്പീഡിൽ നടക്കുമായിരുന്നു. നട്കട്ട് ചൽനെ മേ കൈസാ ഥാ, നട്കട്ട് എങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്? ധീമാ രുക് രുക് കർ ചൽതാ, വളരെ സാവകാശം നിന്നാണ് അവന് നടന്നുകൊണ്ടിരുന്നത്. ജബ് ഛട്പട്ട് ബർഗദ് പഹഞ്ചത്താ തബ് നട്കട്ട് കഹാം ഹോത്താ, ഛട്പട്ട് ബർഗദിന്റെ അരയാലിന്റെ അടുത്ത് വരെ എത്തുമ്പോൾ നട്കട്ട് എവിടം വരെ ആകുമായിരുന്നു? വഹു പോഖർ കെ പാസ് ഹി ഹോത്താ, അവൻ ആ കുളത്തിന്റെ അടുത്ത് വല്ല മീനിനെയൊക്കെ നോക്കി നിൽക്കുമായിരിക്കും അല്ലേ. ജബ് ഛട്പട്ട് ബാഗ് തക് ആത്താ തബ് നട്കട്ട് കഹാം ഹോത്താ, ഛട്പട്ട് ബാഗ് അല്ലെങ്കിൽ തോട്ടങ്ങൾ വരെ എത്തുമ്പോൾ നട്കട്ട് എവിടെയായിരുന്നു? ഓ അഭി ഖേത് മേ ഹി ഹോത്താ, അവൻ അപ്പോഴും വയലിൽ തന്നെ ആയിരുന്നു. 12ാമത്തെ ചോദ്യം, മാമനെ കോൻസി സലാഹ് ദീ ഥി, അമ്മ എന്ത് ഉപദേശമായിരുന്നു ഇവർക്ക് നൽകാറുണ്ടായിരുന്നത്? ഈ ഛട്പട്ട് കോ അപ്നെ ചോട്ടെ ഭായി നട്കട്ട് കാ ഖാസ് ധ്യാൻ രഖ്നാ ഹെ, ഛട്പട്ട് എപ്പോഴും ഇളയ സഹോദരനായ നട്കട്ടിനെ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള ഉപദേശമാണ് നൽകിക്കൊണ്ടിരുന്നത്. 13ാമത്തെ ചോദ്യം, ഛട്പട്ട് നട്കട്ട് കെ ലിയെ ക്യാ കർത്താ ഥാ, ഛട്പട്ട് നട്കട്ടിന് വേണ്ടി എന്തൊക്കെ ചെയ്യുമായിരുന്നു? രുക്ത പുകാർത്ത അവർ ഫിർ ഉസ്കാ ഹാത്ത് പോഡ്കർ ചലാത്ത, ഇടയ്ക്കിടയ്ക്ക് നിൽക്കും, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, പിന്നെ മടുത്തിട്ട് എന്ത് ചെയ്യും? കൈ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. 14ാമത്തെ ചോദ്യം, ജബ് ദേരി ഹോത്തി തബ് ഛട്പട്ട് ക്യാ കർത്താം, എപ്പോഴെങ്കിലും സ്കൂളിലെത്താൻ താമസം നേരിട്ടായിരുന്നെങ്കിൽ ഛട്പട്ട് എന്ത് ചെയ്യുമായിരുന്നു? നട്കട്ട് കാ ഹാത്ത് പാഡ്കർ ദൗഡിനെ ലഗ്താ, നട്കട്ടിന്റെ കൈ പിടിച്ച് ഓടാൻ തുടങ്ങും. 15ാമത്തെ ചോദ്യം, ഛട്പട്ട് ശികായത്ത് കിസസേ കർത്താ, ഛട്പട്ട് എപ്പോഴും പരാതി ചെന്ന് പറയുന്ന ആരോടായിരുന്നു? ഹമേശാ മാംസേ, എപ്പോഴും അമ്മയോടാണ് പോയി പരാതി പറയുന്നത്. 16ാമത്തെ ചോദ്യം, മാം ക്യാ ജവാബ് ദേത്തി, അമ്മ അപ്പോഴല്ല എന്ത് മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? തു ബഡാ ഹേനാ തുച്ചെ ചോട്ടേക്കാ ഖ്യാൽ രഖ്നാ ഹി ഹോഗാ, നീ മൂത്തതല്ലേ, തീർച്ചയായിട്ടും നീ ഇളവനെ ശ്രദ്ധിക്കുക തന്നെ വേണം. ഇതായിരുന്നു ആമയുടെ മറുപടി. 17ാമത്തെ ചോദ്യം, നട്കട്ട് ബർഗദ് കെ പാസ് ക്യാ കർത്താ ഥാ, നട്കട്ട് അരയാലിന്റെ അടുത്ത് പോയിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ചൂൽത്ത അവർ മസ്തി കർത്ത, അവൻ ഊഞ്ഞാലാടി ആനന്ദിച്ചുല്ലസിക്കായിരുന്നു. അരയാലിന്റെ ചിത്രം നിങ്ങൾ കണ്ടില്ലേ തുടക്കത്തില്? അതിനകത്ത് ഉണ്ട് അല്ലെ, വള്ളി ഞാന്ന് കിടക്കുന്നത്, അതിൽ പിടിച്ച് ഊഞ്ഞാലാടുമായിരുന്നു എന്നാണ് പറയുന്നത്. 18ാമത്തെ ചോദ്യം, നട്കട്ടിനെ ഛട്പട്ട് കോ ഗിട്ടി ഫെങ്ങിന കൈസേ സിക്കായ, നട്കട്ട് എങ്ങനെയാണ് ഛട്പട്ടിനെ കല്ലെറിയാനായിട്ട് പഠിപ്പിച്ചത്? കല്ലെറിയാന്ന് പറഞ്ഞാൽ വെറുതെ കല്ലെടുത്തെറിയാന്നല്ല, വെള്ളത്തിൽ വീണിട്ട് തെറിച്ച് പൊങ്ങി വെള്ളത്തിലേക്ക് താഴ്ന്നു പോകാതെ പൊങ്ങി തെറിച്ച് കരയിൽ വന്ന് വീഴുന്ന പോലെ കല്ലെറിയുന്നതിനാണ് ഗിട്ടി ഫെങ്ങിന എന്ന് പറയുന്നത്. അങ്ങനെ എങ്ങനെയാണ് പഠിപ്പിച്ചത്? ഉസേ ബതായാ ഥാ കി കിസ് തരഹ് പത്തർ തിർച്ചാ ഫേങ്കെ താക്കി വഹു പാനിമേൻ കൈ ബാർ ഉച്ചലേ, അവൻ പറഞ്ഞു കൊടുത്ത് എങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ വളഞ്ഞു നിന്നുകൊണ്ട് വേണം എറിയാനായിട്ട് അല്ലേ. അങ്ങനെ എറിഞ്ഞാല് അത് വെള്ളത്തിൽ ചെന്നിട്ട് ഉച്ചലേ, വെള്ളത്തിൽ താഴ്ന്നു പോകാതെ പൊങ്ങിത്തെറിക്കും. 19ാമത്തെ ചോദ്യം, ഛട്പട്ട് കാ ധ്യാൻ കിസ് പർ ഗയാ, ലാസ്റ്റിലെ ഭാഗമാണ് അല്ലെ. ഛട്പട്ട് അവസാനം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതൊന്നും കേൾക്കുന്നില്ല അല്ലെ. വളഞ്ഞും തിരിഞ്ഞൊക്കെ നിന്ന് കല്ലെടുത്ത് എറിഞ്ഞു കാണിക്കുമ്പോഴൊന്നും ചേട്ടായി അത് കാണുന്നില്ല. അവൻ എന്താ ചെയ്യുന്നത്? ബെടക്കോംബർ ജോ പോക്കർമേൻ തകർക്കി, അവന്റെ ശ്രദ്ധ മാറിപ്പോയിരുന്നു. അവനിപ്പോ താറാവുകളെ ശ്രദ്ധിക്കുകയാണ് അല്ലെ. കുളത്തിൽ നീന്തിക്കൊണ്ടിരുന്ന താറാവുകളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 20ാമത്തെ ചോദ്യം, കഹാനി കാ അന്ത് കൈസേ ഹുവാ, എങ്ങനെയാണ് കഥയുടെ അവസാനം? തോനോ ഭായി ഘർ ലൗട്ടെ ഹേ ഹസ്തേ മുസ്കുരാത്തെ അവർ ദോസ്ത് കി തരൻ, നേരത്തെ എങ്ങനെയാണ് വീട്ടിൽ വന്നോണ്ടിരുന്നത്? ഒരാൾ മുമ്പിലും ഒരാൾ പുറകിലുമായിട്ടാണ് അല്ലെ. ഇപ്പൊ രണ്ടുപേരും ഒന്നിച്ച് വീട്ടിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഹസ്തേ മുസ്കുരാത്തെ അവർ ദോസ്ത് കി തരൻ, കൂട്ടുകാരെ പോലെ ചിരിച്ചും പുഞ്ചിരിച്ചും ആണ് വീട്ടിലേക്ക് രണ്ടുപേരും തിരിച്ചു വന്നത്. നദിയെ പാസ് ക്യാ ഹുവാ, നദിയുടെ അടുത്ത് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നട്കട്ട് ഖേൽത്തെ ഖേൽത്തെ നദിമേ ഗിർ ഗയാ, നട്കട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അറിയാതെ വള്ളം ഇറക്കിയിട്ട് കളിക്കുമായിരുന്നു അല്ലേ, അറിയാതെ നദിയിലേക്ക് വീണുപോയി. ലേക്കിൻ ഛട്പട്ടിനെ തുരം ദുസേ ബജാലിയ, പക്ഷെ ഛട്പട്ട് പെട്ടെന്ന് അവനെ രക്ഷിച്ചു. ഇനി 22ാമത്തെ ചോദ്യം, കപ്പടെ കൈസേ സുഖായേ, എന്നിട്ട് രണ്ടുപേരും കൂടെ നനഞ്ഞ വസ്ത്രം എങ്ങനെയാണ് ഉണക്കിയത്? ദൗഡ്ത്തെ ദൗഡ്ത്തെ ഹവാമേ സുഖാദിയെ, ഓടി ഓടി കാറ്റത്തവരത് ഉണക്കി. 23ാമത്തെ ചോദ്യം, ദൗഡ്ത്തെ സമയം കിൻ കിൻ ചീസോങ്കോ പാർക്കിയ, ഓടുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവര് മറികടന്നത്?
ഹേത്ത്, ബാഗ്, ബർഗത്, പോഖർ എന്നും നക്കട് മാത്രമേ ഇതൊക്കെ ശ്രദ്ധിക്കാറുള്ളായിരുന്നു അല്ലേ. ഇത്തവണ ഷഡ്പോട് കൂടെ അതൊക്കെ ശ്രദ്ധിക്കുന്നു. വയലുകള്, തോട്ടങ്ങള്, അരയാല്, കുളമൊക്കെ. ഇനി പൈരാനക്കിലെ കൈസി മിട്ടിച്ചാകി എറിയുന്നതിന് വേണ്ടി എങ്ങനെയുള്ള കല്ലാണ് വേണ്ടിയത്? ഹൽക്കി ഓർ ചിക്കനി, ഭയങ്കര കട്ടിയുള്ള കല്ലെടുത്തു കഴിഞ്ഞാൽ അത് താഴേക്ക് പോകും അല്ലേ. വളരെ കനം കുറഞ്ഞതും നല്ല മിനുസമുള്ളതുമായ കല്ലെടുത്താണ് എറിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. 25ാമത്തെ ചോദ്യം, കഹാനി കാ സന്ദേശ് ക്യാ ഹെ? ഈ കഥ നമുക്ക് വരുന്ന സന്ദേശം എന്താണ്? ഏത് സന്ദേശമാണ് തരുന്നത്? ഹമേ പ്രകൃതി സെ മിൽ ജുൽ കർ രഹനാ ഹെ. നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാണെങ്കിൽ നമ്മൾ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കണം എന്നൊരു സന്ദേശമാണ് നമുക്ക് ഈ കഥ തരുന്നത്. ഇനി ലാസ്റ്റത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ കഥയുടെ ഓഡിയോ പ്രിപ്പയർ ചെയ്യാനാണ്. അത് ഞാൻ പാഠം പഠിപ്പിച്ചപ്പോൾ തന്നെ വായിച്ചാണ് പാഠം പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഞാൻ ഓഡിയോ തരുന്നില്ല. വായിക്കാൻ അറിയത്തില്ലാത്തവര് ആ പാഠം എടുത്തിരിക്കുന്ന വീഡിയോ കണ്ടാൽ മതി. അതിൻ്റെ അകത്ത് നിങ്ങൾക്കിത് വായിച്ചു തന്നിരിക്കുന്നുണ്ട്. വളരെയധികം എളുപ്പത്തിൽ വായന മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആവശ്യമുള്ളവർ ആ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിനി ഈ വാക്കുകളുടെ അർത്ഥമുള്ള ഭാഗത്തേക്ക് വരികയാണ്. ഞാൻ നിങ്ങൾക്ക് അത് വായിച്ച് ഹിന്ദിയിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം മലയാളത്തിലും കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഈ ഭാഗത്ത് നിങ്ങൾക്ക് കേട്ടത് മനസ്സിലാക്കാവുന്നതാണ്. പോഖർ താലാബ്, രണ്ടിന്റെ അർത്ഥം കുളം എന്നാണ്. ബർഗത് വടവൃക്ഷ്, അരയാല്. ബാഗ് ബഗീച്ച, തോട്ടം. നാല ചോട്ട ജൽപ്രവാഹ്, തോട്. ഹിദായത്ത് നിർദ്ദേശം, ഇൻസ്ട്രക്ഷൻ. ഇന്റസാർ കർണ പ്രതീക്ഷ കർണ, പ്രതീക്ഷിക്കുക. ദേരി വിളമ്പ്, താമസം. പരേശാൻ വ്യാകുൽ, ബുദ്ധിമുട്ട്. ശിക്കായത് പരാതി, കംപ്ലൈന്റ്. ചുഞ്ചലാന ക്രോധ് ഏവം വ്യഥാസെ ബോൽന, ദേഷ്യവും സങ്കടവും കൊണ്ട് സംസാരിക്കുക. പരാതിപ്പെടുക എന്നർത്ഥം. ബതക് താറാവ്, ഡക്ക്. ജഡ് വേര്, റൂട്ട്. ഝൂൽന ആടുക, ടു സിംഗ്. ഖുസ്ന പ്രവേശ് കർണ, പ്രവേശിക്കുക. ചലാങ്ക് മാർന കുതിച്ചു ചാടുക, ടു ലീപ്. പുൽ പാലം, ബ്രിഡ്ജ്. മുണ്ടേര കൈവരി, റെയിലിംഗ്. ടിക്ന ടഹർന തങ്ങുക, താമസിക്കുക. നിഹാർന ഗൗർസെ ദേഖ്ന, ഗൗരവത്തോടുകൂടി നോക്കുക. ഹദ് കർദേന പരിധി ലംഘിക്കുക, ടു ക്രോസ് ദ ലിമിറ്റ്. ബസ്ത പുസ്തക രഖ്നേക്ക് ധൈലി, സ്കൂൾ ബാഗ്. കാഗസ് കി നാവ്, കടലാസ് തോണി, പേപ്പർ ബോട്ട്. താലി ബജാന കൈയടിക്കുക, ടു ക്ലാം. ഖബരാന പരിഭ്രമിക്കുക, ടു പാനിക്. ഗുസ കോപം, ദേഷ്യം. ചൗങ്കന ചകിതുഹോന, ഞെട്ടുക. അചാനക് സഹസ, പെട്ടെന്ന്. പാവു ഫിസൽന പയറു ഫിസൽന, കാല് തെന്നുക. ബഹാവ് പ്രവാഹ്, ഒഴുക്ക്. ചട് തുരന്ത്, പെട്ടെന്ന്. നക്കൽ കർണ അനുകരൻ കർണ, അനുകരിക്കുക. ദൗഡ് ലഗാന തേസിസെ ഭാഗ്ന, പെട്ടെന്ന് ഓടുക. ടാങ്ക്ന ലട്കാന, തൂക്കിയിടുക. അന്താസ് ഹാവ്ഭാവ്, മട്ട്. മോസം കാലം, കാലാവസ്ഥ, സീസൺ. ചട്കീലി ചമക്കീലി, തിളങ്ങുന്ന. ധൂപ് വെയിൽ, സൺലൈറ്റ്. സൂഖ്ന ഉണങ്ങുക, ടു ബിക്കം ഡ്രൈ. ഹാഫ്ന കിതയ്ക്കുക, ടു പാൻറ്റ്. വാക്കൈ വാസ്തവമേ, യഥാർത്ഥത്തിൽ. തിർച്ചേ ഹോക്കർ, വളഞ്ഞ്, ബെൻഡ് ഓവർ. ഗിട്ടി പത്രക്ക ചോട്ട ടുക്കട, കല്ലിന്റെ ചെറിയ കഷ്ണം. ഗുട്ടുബ് ഹോജാന അപ്രത്യക്ഷ ഹോജാന, അപ്രത്യക്ഷമാവുക. ഗിട്ടി പൈരാന പാനിമേ പത്തർ ഉച്ചാലന, വെള്ളത്തിൽ കല്ല് എറിഞ്ഞ് കളിക്കുക. ഭാരി ഭാരമുള്ള, ഹെവി. കുർദുരി പരുപരുത്ത, റഫ്. ധ്യാൻ ബണ്ടിന ധ്യാൻ ഖഡ്ജാന, ശ്രദ്ധ മാറിപ്പോകുക. ഇത്രയാണ് വാക്കുകള്. അതിന്റെ മലയാളാർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയ കുട്ടികളെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത പാഠത്തിന്റെ വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മടിക്കരുത്. താങ്ക് യു ഓൾ.